പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ, അദ്ദേഹത്തിന് 90 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തെ കാറിൽ കയറ്റി എന്നുള്ള കാരണത്താൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഈ കേരള നാട്ടിൽ ഇട്ട് ആട്ടാത്ത മാധ്യമങ്ങളില്ല. മുസ്ലിം ലീഗ് SNDP എതിർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ UDF ഏതെങ്കിലും ഒരു ഘടകകക്ഷി SNDP എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ തുപ്പുന്ന വർഗീയതയാണ് UDF എതിർത്തിട്ടുള്ളത്. മകൻ വന്ന് മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിൽ മുഖ്യമന്ത്രിയെ വന്ന് ഷാൾ അണിയിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് UDF പ്രവർത്തകർക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയല്ലേ അത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിനെ 10 വർഷത്തിന് ശേഷം അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എങ്ങനെ നികത്താം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുക. നമസ്കാരം. ജൂനിയർ വെള്ളാപ്പള്ളിയും സീനിയർ വെള്ളാപ്പള്ളിയും മാറി മാറി കണ്ട് അനുഗ്രഹമാകുന്ന തിരക്കിലാണ് UDF ക്യാമ്പ് മൊത്തത്തിൽ. അത് മുഖ്യമന്ത്രി VD സതീശൻ തൊട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ വരെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മാസം മുന്നേ വരെ ഇതേ വിഷയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തൊക്കെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞിരുന്നതെന്ന്. വെള്ളാപ്പള്ളി ഒന്ന് കാറിൽ കയറ്റി എന്ന വിഷയത്തിന് സാമുദായിക പ്രീണനം തൊട്ട് ഒരുപാട് വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. ഒരുപക്ഷെ സർക്കാരിനെ വീഴ്ത്തുന്നതിൽ ആ കാര്യവും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ജസ്റ്റ് ഒരു മാസത്തിന് ഇപ്പുറം അതേ കാര്യങ്ങൾ തന്നെ ഇതേ മന്ത്രിസഭ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ അന്ന് അവർ പറഞ്ഞതും ഇപ്പോൾ ഇവർ ചെയ്യുന്നതും തമ്മിൽ ഉള്ള ആ വിരോധാഭാസം എങ്ങനെ? അതായത് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറാട് കലാപം ആവർത്തിക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത്. അതുകൂടാതെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സമ്പൂർണ്ണമായിട്ടും അവഹേളിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് UDF നേതൃത്വം അതിശക്തമായിട്ട് തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ എതിർത്തിരുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശനെ അതിശക്തമായിട്ട് UDF എതിർക്കുകയും അതേ സമയത്ത് തന്നെ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുകയും ചെയ്തു എന്നുള്ളതായിരുന്നു UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. കാരണം 90 വയസ്സ് പ്രായമുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് വളരെ വലിയ രീതിയിൽ ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷന് വേണ്ടിയിട്ട് UDF പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയൻ ഇടുന്ന സമയത്ത് അത് വള്ളിക്കളസവും അതോടൊപ്പം തന്നെ അത് VD സതീശൻ ഇടുന്ന സമയത്ത് അത് ബർമുടയുമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആരാണ് തുഷാർ വെള്ളാപ്പള്ളി? തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന് പറയുന്ന NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. അതുകൂടാതെ തന്നെ അത് മാത്രമാണോ അദ്ദേഹം NDAയുടെ സംസ്ഥാന കൺവീനറാണ്. അതുമാത്രമാണ് ഇദ്ദേഹം ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയാണ് ചന്ദ്രശേഖര റാവുവിൻ്റെ BRS സർക്കാരിനെ തെലങ്കാനയിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് 100 കോടിയുടെ ഡീലുമായിട്ട് പോയത്. ആ കേസിലെ പ്രതിയാണ് അദ്ദേഹം. അത് കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പ് BJPയുടെ കൈവശം ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോകണമല്ലേ, അത് മാത്രമാണോ തുഷാർ വെള്ളാപ്പള്ളിയെ ദുബായിൽ വെച്ച് വലിയ ഒരു സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുള്ളതല്ലേ? കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള CR അനൂപ് എന്താണ് ആരോപിച്ചിരിക്കുന്നത്? കാരണം ഒരു സാമ്പത്തിക കുറ്റവാളിയും NDA കൺവീനറുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി എന്തിനാണ് മുഖ്യമന്ത്രിയെ കണ്ടത്? ഏകദേശം മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലത്തില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയ തുഷാർ വെള്ളാപ്പള്ളിയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും അതിനുശേഷം ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും നടത്തിയതിനു ശേഷമല്ലേ പറഞ്ഞു വിട്ടത്? അതെന്താണ്? അപ്പോൾ ഇത് വ്യത്യാസമാണോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ, അദ്ദേഹത്തിന് 90 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തെ കാറിൽ കയറ്റി എന്നുള്ള കാരണത്താൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഈ കേരള നാട്ടിൽ ഇട്ട് ആട്ടാത്ത മാധ്യമങ്ങളില്ല. ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനൊക്കെ എന്തായിരുന്നു ആവേശം? വെള്ളാപ്പള്ളി നടേശനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ അതിശക്തമായിട്ടല്ലേ പ്രതികരിച്ചിരുന്നത്. ഇപ്പം എന്താ ഇവരുടെയൊക്കെ നാവടങ്ങിപ്പോയോ? അതുകൂടാതെ തന്നെ ഈ മന്ത്രിസഭയിലെ തന്നെ മറ്റൊരു അംഗമായിട്ടുള്ള മോൻസി ജോസഫ് NSS ആസ്ഥാനത്ത് പോയിട്ട് കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? ഈ മന്ത്രിസഭയ്ക്കെതിരെ ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് ശരിയായിട്ടില്ല എന്ന് ഏറ്റവും ആദ്യം ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനു മുമ്പൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം. ഒരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ടും ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത രീതി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സാമുദായിക നേതാവിൻ്റെ മുമ്പിൽ പോയി കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യം ഈ VD സതീശൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കുണ്ടോ? ആ ഭാഷയിലല്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളി എത്ര മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ് VD സതീശനെ അപമാനിച്ചിട്ടുള്ളത്. ആ വെള്ളാപ്പള്ളിയുടെ മകൻ
തുഷാർ വെള്ളാപ്പള്ളി വി ഡി സതീശന്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശനെ പേഴ്സണലി കാണാൻ വേണ്ടി പോയിട്ടുള്ളതല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എൻ ഡി എ കൺവീനറുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? എൻ ഡി എ കൺവീനറുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക കുറ്റവാളി കൂടിയായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനുമായിട്ട് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം? അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ? അതുകൂടാതെ ബിന്ദു കൃഷ്ണ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയത്? അനുഗ്രഹമാണ്. മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സാമുദായിക നേതാവാണ്. SNDP അല്ലല്ലോ മുസ്ലിം ലീഗ് എതിർക്കുന്നത്. മുസ്ലിം ലീഗ് SNDP എതിർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ UDF ഏതെങ്കിലും ഒരു ഘടകകക്ഷി SNDP എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ തുപ്പുന്ന വർഗീയതയാണ് UDF എതിർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എതിർത്ത ആളുകൾ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് റിജിൽ മാക്കുറ്റി അതിനിശ്ചിതമായ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമുദായിക നേതാവ്, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഒരു സമുദായ അംഗങ്ങളും പറഞ്ഞ ആളുകൾക്ക് വോട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് വി ഡി സതീശന് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വി ഡി സതീശന് വോട്ട് ചെയ്യും. ഇതാണ് അവസ്ഥ. അങ്ങനെയുള്ള ഒരു സാമുദായിക നേതാവിനെ വീട്ടിൽ പോയി കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് നേതാക്കൾ തന്നെ പരിശോധിക്കണമെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതാവല്ലേ അദ്ദേഹം. അപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഇത്രയും ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വരുന്ന സമയത്തും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഉടൻ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കന്റോൺമെന്റ് ഹൗസിലെത്തി ഈ വി ഡി സതീശനെ സന്ദർശിക്കുമെന്നാണ്. എന്താണ് കാരണം? മൈക്രോ ഫിനാൻസിന്റെ കേസുകൾ ഡെമോക്രസിന്റെ വാള് പോലെ വെള്ളാപ്പള്ളി നടേശന്റെ തലയിൽ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെന്നേ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചിരിക്കുന്നു. എന്തിനാണത്? പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം കണിച്ചുകുളങ്ങര വഴി പോകുന്ന സമയത്തൊക്കെ അദ്ദേഹവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ എങ്കിൽ തന്നെയും എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമില്ലേ? മുസ്ലിം ലീഗിനോട് ഇവർ നീതി പുലർത്തണ്ടേ? മുസ്ലിം ലീഗിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇത്രയേറെ മോശപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ, ആ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി എന്ന ഒരൊറ്റ ആരോപണത്തിന്റെ പേരിൽ മുസ്ലിം വോട്ടുകളുടെ മൊത്തമായിട്ടുള്ളൊരു കൺസോളിഡേഷൻ UDF അനുകൂലമായിട്ട് ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്ന സമയത്താണ് മകൻ വന്ന് മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിൽ മുഖ്യമന്ത്രിയെ വന്ന് ഷാൾ അണിയിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് UDF പ്രവർത്തകർക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയല്ലേ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? എന്താ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമില്ലേ? അതോ പിണറായി വിജയൻ SNDP നേതാവിനെ കാണുന്നതും അല്ലെങ്കിൽ സുകുമാരൻ നായരെ കാണുന്നതും മാത്രമാണോ ഇവിടുത്തെ പ്രശ്നമായിട്ടുള്ളത്? കാരണം മാധ്യമങ്ങൾ എന്തിനാണ് ഈ രണ്ട് തരത്തിലുള്ള പണി കാണിക്കുന്നത്? ചിലരിടുമ്പോൾ അത് നല്ലത്, ചിലർ ചെയ്യുമ്പോൾ അത് മോശമാവുന്നത് എങ്ങനെയാണത്? കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് അയ്യപ്പ സംഗമം ശരിയോ തെറ്റോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു സർക്കാർ സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടി ആയിരുന്നില്ല അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള തെറ്റായിപ്പോയി. പക്ഷേ അയ്യപ്പ സംഗമത്തിലെത്തിയ ഒരു സാമുദായിക നേതാവിനെ കാറിൽ കയറ്റിയത് വലിയ തെറ്റായി എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. അത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു സർക്കാരിന് നേരെ വീണു എന്നുള്ളതും വാസ്തവമാണ്. ഇത് കാണാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പല ജില്ലാ കമ്മിറ്റികളിലും നിശ്ചിതമായ വിമർശനമായിട്ട് വന്നതും വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയ സംഭവങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായിട്ട് വിമർശിച്ചിരുന്ന ആളുകൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശന് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് നിലപാടാണ് ഇവർക്കുള്ളത്? എന്ത് നിലപാടാണുള്ളത്? കാരണം ഇത് പിണറായി വിജയന് മാത്രമാണോ പ്രശ്നം? പിണറായി വിജയൻ എന്നുള്ള ആ ഒരു പേരാണോ ഒക്കെ ഈ UDF പ്രശ്നം? നമുക്കറിയാൻ പാടില്ലാണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കാരണം അവരെ സംബന്ധിച്ച് അവർ ഏറ്റവും വെറുക്കുന്ന ഒരു നേതാവാണ്. അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിനെ 10 വർഷത്തിന് ശേഷം അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എങ്ങനെ നികത്താം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുക. മറിച്ച് ഇനിയിപ്പോൾ മറ്റേ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാലും മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞാലും എന്ത് കാണിച്ചാലും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് വരുന്ന കുറച്ച് നാൾ കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പാർട്ടിക്കും വ്യക്തിപരമായിട്ടും ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തിക നഷ്ടങ്ങളും അധികാര നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ അനുവദിച്ച് കിട്ടേണ്ടിയിരുന്ന കുറേ സംരംഭങ്ങളും ഇതൊക്കെ അനുവദിപ്പിച്ചെടുക്കുക,
സ്വന്തം കാര്യം നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് അവർ മുസ്ലിം സമുദായത്തെ സേവിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളല്ല. അവരെ സംബന്ധിച്ച് ചില വ്യക്തികൾക്ക് മാത്രമാണ് അവരുടെ സേവനം ലഭ്യമാക്കുക. അതല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയുടെ ഒരു പിന്നോക്കാവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് തന്നെ പല പ്രാവശ്യം പലയിടങ്ങളിൽ പല രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് തന്നെ പല പ്രാവശ്യം കൈകാര്യം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് കയ്യിലിരിക്കുന്ന സമയത്തും പ്ലസ് ടു സീറ്റുകൾ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് നിന്ന് വലിയ വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്? അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ പരിശ്രമിക്കുമോ? നമുക്ക് നോക്കിയിരുന്ന് കാണാവുന്ന കാര്യം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ വെള്ളാപ്പള്ളി നടേശൻ അപമാനിച്ചതൊന്നും ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമായിട്ടുള്ള ചിന്തയാണ്. ഈ അവസരത്തിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയാലും അവർക്ക് പ്രശ്നമില്ല. എല്ലാ മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയാലും അവരെ സംബന്ധിച്ച് അതൊരു വിമർശന വിഷയമാവത്തില്ല. അവർക്കിപ്പോൾ അധികാരത്തിൻ്റെ ആ ഒരു സൗഭാഗ്യം അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അവരുടെ കണ്ണിൽ പെടത്തില്ല. ഇത് കണ്ണിപ്പെടുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, ഇനി 4.5 വർഷം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ മുസ്ലിം ലീഗിൻ്റെ കണ്ണിപ്പെടത്തുള്ളൂ. അതല്ലെങ്കിൽ 4.5 വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത നിയമസഭ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് തുടങ്ങും. വെള്ളാപ്പള്ളിക്കെതിരെ തുടങ്ങും, അതോടൊപ്പം തന്നെ സുകുമാരൻ നായർക്കെതിരെ തുടങ്ങും, മറ്റ് ആളുകൾക്കൊക്കെ എതിരെ ഉള്ള വിമർശനങ്ങൾ ഇവരിങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും. അതുവരെ എന്ത് കാണിച്ചാലും എന്ത് സംഭവിച്ചാലും അവരെ സംബന്ധിച്ച് അവർ ആ ഒരു സൈലൻസ് ആയിട്ട് തന്നെ ഇരിക്കും എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, ചിലർ ചെയ്യുമ്പോൾ അതായത് പിണറായി വിജയൻ ഇടുമ്പോൾ അത് വള്ളിക്കളസവും, അത് വി ഡി സതീശൻ ഇടുമ്പോൾ ബർമുടയും ആകുന്ന രീതി മാധ്യമങ്ങൾ മാറ്റണം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും മാറ്റണം എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.